ഓക്കെ, താങ്ക് യു ഡോക്ടർ നേഹ കക്കാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1366 ദിവസമാണ്. ഇന്ന് ഈ മലയാളം സെഷനിൽ നമുക്ക് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ അനിൽ SK ആണ്. അദ്ദേഹം ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ചുള്ള അറിവുകൾ നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇന്ന് ഡോക്ടറുടെ ഈ അറിവുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് എടുക്കുന്നതിനായി എത്തിയിട്ടുള്ള ഡോക്ടർ അനിൽ SKയും ഞാൻ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ അഹിംസിന്റെ നോഡൽ ഓഫീസറാണ്. അഹിംസൊക്കെ കുറച്ച് തലവേദനയായിട്ട് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്, നമ്മുടെ പൂർവ്വ കാര്യങ്ങളെല്ലാം. ഡോക്ടർ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡോക്ടറെ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാസ് കൊടുക്കും. ഈശ്വര പ്രാർത്ഥന. നന്ദി. ക്ലാസ് തുടങ്ങാം. ബഹുമാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ തന്നെ സീനിയേഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സ്വകാര്യ പ്രാക്ടീസ് രംഗത്ത് വളരെ കാലമായി പ്രാക്ടീസ് ചെയ്ത് കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ അത്രയും അഗ്രഗണ്യരായ ഒരുപാട് ഡോക്ടർമാരുടെ ഒരു വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനൊരു അവസരം തന്നതിന് ഞാൻ IFPHന്റെ ഭാരവാഹികളുടെ ആദ്യമായി നന്ദി പറയുന്നു. അപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നൊരു വിഷയം ആക്ച്വലി ഒരു ക്ലാസ്സോ അങ്ങനെ ഒരു ഭീകര രീതിയിൽ സംസാരിക്കുക എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു ആവശ്യകത അനുസരിച്ചിട്ട്, അനിവാര്യത അനുസരിച്ചിട്ട് നമ്മൾക്ക് വരുന്നൊരു ചേഞ്ചാണ് ഡിജിറ്റലൈസേഷൻ. അപ്പോൾ അത് നമ്മൾ ഏതൊരു രംഗത്തും ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ എന്നുള്ള സംവിധാനം നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിൽ ഒരാളൊരു കത്ത് എഴുതിയിട്ട്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്തല്ലാതെ ആർക്കെങ്കിലും പിന്നീട് കത്ത് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊരു ഒരു സംശയമാണ്. അപ്പോൾ പിന്നെ ആ ഒരു കല, അതായത് കത്തെഴുതി ഒട്ടിച്ച് പിന്നെ സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു കലാരൂപം തന്നെ നമ്മൾക്ക് അന്യമായി പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അന്യമായി പോയി എന്നുള്ളതാണ്. ആരെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നു ഇനി മേലാൽ ആരും കത്തെഴുതരുത്, ഇനി ഒരാളും കത്തെഴുതരുത്, ഇന്ന് ആജ്കി രാത് കത്ത് നിരോധിച്ചിരിക്കുകയാണെന്ന് ആരും പറയുന്നതുകൊണ്ടല്ല നമ്മൾ കത്തെഴുതുന്നത് നിർത്തിയത്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ, നമ്മളൊരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ, നമുക്ക് മീൻ വിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ആക്രി വിൽക്കുന്ന ഒരാളാണെങ്കിൽ, അവരൊക്കെ ഉൾപ്പെടെ നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിനെ കാര്യമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമ്മുടെ കേരള ജനതയിൽ ഏകദേശം 98% പേരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. 98% പേരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതിൽ എണ്ണത്തിൽ കുറവുണ്ടാകാം, കാരണം ചിലവർ 2 ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ പോപ്പുലേഷൻ വെച്ച് മൊബൈലിൻ്റെ പെനിട്രേഷൻ വെച്ചുമാണ് പറയുന്നത്. സിം കാർഡിൻ്റെ കണക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 98% പേരും മൊബൈൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച രീതിയിൽ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ സാക്ഷരതയെ മുൻപന്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കേരള ജനതയ്ക്ക് വലിയൊരു പാടുമില്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഹോമിയോപ്പതി വകുപ്പിലെ ചികിത്സയെ ഡിജിറ്റലൈസേഷൻ രംഗത്തേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് AHIMS എന്ന പദ്ധതിക്ക് ആവിഷ്കാരം നൽകുകയും ചെയ്തത്. 2012 AHIMS എന്ന പദ്ധതിയുടെ കൺസെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച് വരുന്നത്. അങ്ങനെ രൂപീകരിച്ച് കെൽട്രോണുമായിട്ട്, അന്ന് കെൽട്രോൺ ആയിരുന്നു അന്ന് സോഫ്റ്റ്വെയർ രംഗത്ത് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ കെൽട്രോൺ ഒരു കരാറിൽ ഏർപ്പെടുകയും ചില പ്രത്യേക കാരണങ്ങളാൽ ഒരു 6 വർഷം ഇവർ കെൽട്രോൺ വേറൊരു ഏജൻസിക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്യുകയും ആ ഏജൻസി കൃത്യമായി ചെയ്തു തരാത്തത് കാരണം നമ്മളും ശബരിമല വിർച്വൽ ക്യൂ, പോലീസിൻ്റെ ആപ്പ്, പിന്നെ കുടുംബശ്രീയുടെ ആപ്പ്, അങ്ങനെ കുറേ ആപ്പുകൾ ഈ കമ്പനിക്കായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അവർ ചെയ്യാത്തത് കാരണം അത് കുറേ കാലത്തേക്ക് സ്റ്റാഗ്നേറ്റഡ് ആയി പോവുകയും ചെയ്തു.
പിന്നെ 2016 അതിനൊരു പുനർജീവനം അത് തിരിച്ച് ചെയ്യണമെന്ന് വകുപ്പ് തലത്തിൽ സർക്കാർ തലത്തിൽ വലിയൊരു ഇടപെടൽ നടത്തുകയും അത് ലോക്നാഥ് ബെഹ്റ സാർ ചാർജ് എടുക്കുകയും അവരെ വിളിപ്പിച്ച് നമുക്ക് ചെയ്തു തരികയും ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി തന്നത് വഴിയാണ് നമ്മൾ ഡിജിറ്റലൈസേഷൻ രംഗത്ത് ആദ്യത്തെ കാല് വയ്ക്കുന്നത്. അങ്ങനെയാണ് AHIMS 1 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലെ ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു ലോഗിനും പാസ്വേഡും, നമുക്കറിയാം ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആക്സസിബിലിറ്റി പരിമിതമായിരിക്കും. പരിമിതമായ ആക്സസിന് വേണ്ടി ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കും. സ്ഥാപനങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് സ്ഥാപനത്തിലെ സ്ഥിതി വിവര കണക്കുകൾ, എത്ര രോഗികൾ വന്നതിൻ്റെ എണ്ണം, ഏതൊക്കെ രോഗികളാണ് വന്നത് എന്നുള്ളതിൻ്റെ എണ്ണം തിരിച്ചാണ് നമ്മൾ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും അങ്ങനെ നമ്മളുടെ കണക്ക് നമുക്ക് ഇപ്പോൾ കോവിഡ് ട്രീറ്റ്മെന്റിന്റെ കാലത്ത് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തതൊക്കെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വ്യക്തമായി നമുക്ക് ധരിപ്പിക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കണക്കുകൾ, നമ്മുടെ ഒരു വോളിയം എത്രയാണ്, നമ്മുടെ ഒരു ഇൻപുട്ട് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ റിയൽ ടൈം അറിയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുകയും അത് ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ പ്രചോദനമായിരുന്നു. ഓക്കെ, കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്, അത് പ്രയോഗിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്ക് കൂടുതലാണ്. കണക്കുകൾ കൊണ്ട് കാര്യം പറയേണ്ട ഒരു സമയമായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും, അപ്പോൾ നമ്മൾ നേരിട്ട ഒരു പ്രശ്നം, ഇപ്പോൾ ഒരാൾ പ്രഷർ ഉള്ള ഒരു രോഗി, ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു രോഗി വരികയാണ്, അദ്ദേഹത്തിന് ഡയബറ്റീസും ഉണ്ട്, അദ്ദേഹം ഇന്ന് വന്നത് ചുമയ്ക്കാണ് മരുന്ന് വാങ്ങിക്കാൻ വന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ചില ഡോക്ടർമാർ ഹൈപ്പർ ടെൻഷൻ എഴുതുന്നവരുണ്ടാവാം, ചിലവർ ഡയബറ്റീസ് എഴുതുന്നുണ്ടാവാം, ചിലർ ചുമ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് എഴുതുന്നുണ്ടാവാം. അപ്പോൾ എന്ത് അസുഖത്തിനാണ് അന്ന് സേവനം കൊടുത്തത് എന്ന് വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എത്ര രോഗികൾക്ക് സേവനം നൽകുന്നു, പുതുതായി എത്ര രോഗികൾ വന്നു, അതിലേത് പ്രായക്കാരാണ് വന്നത്, ഇങ്ങനെയൊക്കെ അറിയാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയം. കാരണം നമ്മൾ ഒന്ന് കണക്കെടുത്ത് നോക്കിയപ്പോൾ കണക്കുകളുടെ ആ ഡേറ്റയുടെ ക്വാളിറ്റി നമുക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് കുറച്ചുകൂടെ വ്യക്തി അധിഷ്ഠിതമായ രീതിയിൽ ഡേറ്റ കളക്ട് ചെയ്യണമെന്നൊരു ഉദ്ദേശത്തിൽ ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചേരുകയും AHIMS 2 2020-21 അതിനൊരു സെക്കൻഡ് വേർഷൻ ആയിട്ട് തുടങ്ങാമെന്ന് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയും ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് AHIMS 2 ആരംഭിക്കുന്നത്. ഇനി ഒരു കൊച്ചു പവർ പോയിന്റ് കാണിക്കാം. ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മറക്കാതെ, ഞാനും പറയുന്നതിൽ വിട്ടുപോകാതിരിക്കാൻ പവർ പോയിന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു പവർ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ. അപ്പോൾ AHIMS 2 എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് സിസ്റ്റമാണ്. എനിക്കൊന്ന് പല വലിയ ക്ലിനിക്കുകളിലും ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയാൽ ഏകദേശം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് AHIMS, അല്ലെങ്കിൽ ആയുഷ് ഹോമിയോപ്പതിക് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതിന്റെ ആദ്യത്തെ വേർഷന് സംസ്ഥാനത്തെ ഗവേണൻസ് അവാർഡിൽ ഹെൽത്ത് മെഡിസിൻ വിഭാഗത്തിൽ 2ാം സ്ഥാനം നമ്മൾ കരസ്ഥമാക്കിയ ഒരു പ്രോജക്റ്റ് കൂടിയാണിത്. അത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചൊരു നാഴികക്കല്ലാണ്. ഇത്രയും വകുപ്പുകൾ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ വകുപ്പ് ഒരു സംസ്ഥാന അവാർഡിൽ 2ാം സ്ഥാനം നമ്മൾ കൈവരിച്ചു. മനോജ് സാർ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചാണോ സാറേ? അല്ല, അത് കൈയടിച്ചിരിക്കുകയാണ് ഡോക്ടർ. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം നമ്മളെ കൊണ്ടും ഇത് പറ്റും എന്നൊരു ഒരു 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 ആത്മവിശ്വാസം നൽകിയ ഒരു സാധനമായിരുന്നു ആ സ്റ്റേറ്റ് ഗവേണൻസ് അവാർഡ്. അങ്ങനെ നമ്മൾ AHIMS എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വേർഷനിലേക്ക് കടക്കുകയാണ്. അതിനൊരു URL AHIMS.kerala.gov.in എന്ന ഒരു URL ഉണ്ട്. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെൽട്രോൺ ആണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. 2020-22 ഭരണാനുമതി ലഭ്യമാക്കുകയും നിലവിൽ ഇന്ന് 287 സ്ഥാപനങ്ങളിൽ AHIMS വർക്ക് ചെയ്യുന്നുണ്ട്. 287 സ്ഥാപനങ്ങളിൽ OP മാനേജ്മെന്റ് കൃത്യമായും നമുക്ക് AHIMS കിട്ടുന്നുണ്ട്. ഇവിടെ ഓരോ വ്യക്തികൾക്കും അവരുടെ പെൻ നമ്പർ, അതായത് നമ്മൾ ഒരു എംപ്ലോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു എംപ്ലോയി നമ്പർ ഉണ്ടാവും, ഗവൺമെന്റിന്റെ പെർമനന്റ് എംപ്ലോയി നമ്പർ. ഈ എംപ്ലോയി നമ്പറും അതോടൊപ്പം അതിലൊരു OTP നൽകിയാണ് അവർക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാവുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും റോൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും തസ്തിക അനുസരിച്ചും ഡെസിഗ്നേഷൻ അനുസരിച്ചും റോളുകൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു HODക്ക് കാണാൻ പറ്റുന്ന റോളുകളായിരിക്കില്ല അതിന് താഴെയുള്ളവർക്ക്. കാരണം അവർക്ക് നിയമിച്ചിട്ടുള്ള ഓരോ വർക്കുകൾ മാത്രം അവരതിൽ ചെയ്താൽ മതി. അങ്ങനെ പരിമിതപ്പെടുത്തി ലിമിറ്റഡ് ആക്സസ് വഴിയാണ് ഇതിനകത്തേക്ക് യൂസേഴ്സിനെ നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ നമുക്ക് ഡിജിറ്റലാക്കണം, റഫറൽ പ്രക്രിയകൾ ഡിജിറ്റലാക്കണം, OPD അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം, ക്യൂ സിസ്റ്റം എഫക്റ്റീവ് ആക്കണം.
IPD അഡ്മിഷനുകൾ എത്രയാണ്, എത്ര ദിവസം കിടന്നു, അവർക്ക് എങ്ങനെയാണ് അതിന്റെ പ്രൊഗ്നോസിസ് ഉണ്ടാകുന്നത്, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ലാബ് ടെസ്റ്റ് ഓർഡറുകൾ, സാമ്പിളുകൾ നമുക്ക് നിയന്ത്രിക്കണം. അതായത് നമ്മുടെ എത്ര ലാബിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ ടെസ്റ്റ് എത്ര സമയത്തിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ടെസ്റ്റുകൾ നോർമൽ വാല്യൂവിൽ നമുക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വ്യത്യാസം ട്രീറ്റ്മെന്റിൽ വന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ HMC മാനേജ്മെന്റ്, അക്കൗണ്ടുകൾ, നമ്മുടെ സ്ഥാപനത്തിലൂടെ പോകുന്ന സ്ഥിതി വിവര കണക്കുള്ള അക്കൗണ്ട്സ് സെക്ടർ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഇതിനകത്ത് പറ്റും. അതോടൊപ്പം തന്നെ രോഗികളുടെ ഫീഡ്ബാക്ക്, നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്ക് സ്വീകരിക്കാനുള്ള ഓപ്ഷനും ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ള മോഡ്യൂളുകൾ. AHMS 2 മോഡ്യൂളുകൾ. ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. OPD മാനേജ്മെന്റ്, നമ്മുടെ ഔട്ട് പേഷ്യന്റ്, ഒരു പേഷ്യന്റ് നമ്മൾ OPയിൽ വന്നാൽ പോകും വരെയുള്ള മാനേജ്മെന്റ് ഉണ്ട്. ലബോറട്ടറി സംവിധാനങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. IP ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ട്രയൽ നടക്കുവാണ്. അതിന്റെ ബഗ് ഫിക്സിംഗ് നടന്നു കഴിഞ്ഞാൽ ആ മോഡ്യൂൾ റിലീസ് ആവും. പ്രൊഫൈലാക്റ്റിക് ആക്ടിവിറ്റീസ്, അതായത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്ന പരിപാടിയുണ്ട്. അതോടൊപ്പം എംപ്ലോയി മാനേജ്മെന്റ്, ലീവ് തുടങ്ങിയ എംപ്ലോയി മാനേജ്മെന്റ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, കൺസ്ട്രക്ഷൻ ഏതൊക്കെ സ്റ്റേജിലെത്തി ഓരോന്നും നമുക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ എപ്പോഴും വിളിച്ച് ചോദിക്കണം. പലപ്പോഴും റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് വെക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഇത് അങ്ങനെയല്ല. ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേഷൻ മാത്രം അദ്ദേഹം ചെയ്താൽ മതി. കാലാകാല റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിലെ ഗ്യാപ്പ് അനാലിസിസും, ഓരോ സ്ഥാപനങ്ങളിലെ അക്രഡിറ്റേഷൻ ഏത് ലെവലിൽ എത്തി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് റിയൽ ടൈം അറിയാൻ സാധിക്കും. HMC അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മെഡിക്കോ ലീഗൽ കേസുകൾ എന്തുമാത്രം വരുന്നു, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒബ്ലിഗേഷൻ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ട്രെയിനിങ് മാനേജ്മെന്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ ഓരോ എംപ്ലോയിക്കും ഇപ്പോൾ ഒരു അസുഖം വന്നു, വെസ്റ്റ് നൈൽ ഡിസീസ് വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഒരു ലഘുലേഖ ഈ സോഫ്റ്റ്വെയർ വഴി നൽകുന്നു. ഒരു ചെറിയ ഒരു 5-10 ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻസ് ഓരോരുത്തരുടെ തലം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിത് മാൻഡേറ്ററി ഒന്നുമല്ല, എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ധാരണയും എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് കുറിച്ച് അവയർനെസ് കിട്ടും. അപ്പോൾ എല്ലാ ജീവനക്കാരും അത് ചെയ്തു വന്നത് വഴി ഓരോരുത്തരുടെ തലം അനുസരിച്ചുള്ള റിഫ്രഷർ കോഴ്സ് നമുക്ക് ചെയ്യാൻ ഈ ട്രെയിനിങ് മോഡ്യൂളിലൂടെ നമുക്ക് സഹായിക്കും. ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്, നമ്മൾ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ സാധിക്കുന്ന അസറ്റ് മോഡ്യൂൾ, നമുക്ക് എന്തൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട്, അതിന്റെ നിലവിലെ സ്റ്റാറ്റസ് ആണ്, എന്തൊക്കെ ഫംഗ്ഷനാണ്, നോൺ ഫംഗ്ഷനാണ്, റിപ്പയർ ചെയ്താൽ എളുപ്പത്തിൽ ശരിയാക്കാവുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ച് അറിയുന്ന അസറ്റ് മോഡ്യൂൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ AHMS 2 മോഡ്യൂൾസുകൾ. ഇനി OP രജിസ്ട്രേഷനെ കുറിച്ച് പറയാം. OP രജിസ്ട്രേഷനിൽ നമുക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ ഫുൾ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് തുടങ്ങി ഇവ നൽകി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ വരുമ്പോൾ ഇദ്ദേഹം ഈ മൊബൈൽ നമ്പർ മാത്രം പറയുകയോ, അദ്ദേഹത്തിന് ബെനിഫിഷ്യറി ID, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി ID കിട്ടും. ആ ID നമ്മൾ OP ടിക്കറ്റിൽ അവസാനം പ്രിന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ID കാർഡ്, ചിലവർ ID കാർഡിൽ ഒരു കാർഡ് ഉണ്ടാക്കിയാൽ അത് രേഖപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ബെനിഫിഷ്യറി നമ്പറോ മൊബൈൽ നമ്പറോ പറഞ്ഞാൽ അടുത്ത ഒറ്റ ക്ലിക്കിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ വിസിറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ അദ്ദേഹം നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അത് ഞാനൊന്ന് ലൈവായിട്ട് അവസാനം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടേഷൻ പേജാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. കൺസൾട്ടേഷൻ പേജിൽ നമ്മൾ 3 തരം മോഡ്യൂളുകൾ ഇതിനകത്ത് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ക്വിക്ക് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂളാണ്. ഇപ്പം ചില സ്ഥാപനങ്ങളിൽ ഇപ്പം ഈ AHMS ഒരു ദിവസം 5 മണിക്കൂർ കൊണ്ട് നോക്കിയ പരമാവധി ഒരു ഡോക്ടർ നോക്കിയ പരമാവധി രോഗികളുടെ എണ്ണം കോഴിക്കോടാണ് 176 176 പേരെ പരമാവധി ഒരു ദിവസം നോക്കി വിട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നൊരു ചോദ്യം അവിടെയുണ്ട്. രണ്ടാമത് 20-30 കേസ് വരുന്ന ഡിസ്പെൻസറികൾ നമുക്കുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ AHMSന്റെ മോഡ്യൂളുകളുണ്ട്. അതിന് 3 മോഡ്യൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്വിക്ക് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോളത്തിൽ തന്നെ നമുക്ക് ഫീവർ, F കൊടുത്താൽ ഫീവർ എന്ന് വരുന്നത് ഞാൻ കാണിക്കാം. ഏറ്റവും അവസാനം ഒരു പ്രാക്ടിക്കലൂടെ പെട്ടെന്ന് കാണിച്ചങ്ങ് പോകാം. ആ കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫീവർ പോലത്തെ സാധനങ്ങൾ, നമുക്ക് എന്താണോ നമ്മുടെ കംപ്ലൈന്റ്, സിംറ്റം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സിംറ്റം വരുന്നു. അഗ്രവേഷൻ അമഗ്രേഷൻ സിമ്പൽ അവിടെയുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ വരുന്നു. ഇൻക്രീസ്ഡോ ഡിക്രീസ്ഡോ എന്നുള്ളതിന്റെ സിമ്പൽ കൊടുത്ത് സിമ്പൽ വെച്ച് ക്ലിക്കിൽ കൂടെ തന്നെ ആ സിംറ്റം പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാം, ഡയഗ്നോസിസ് എഴുതാം, മെഡിസിൻ സെലക്ട് ചെയ്യാം, വിടുന്നു. ഇതാണ് ക്വിക്ക് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ. അതിനോടൊപ്പം ആ സൈഡിൽ ഒരു നീല കളറിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ നീല കളർ കാണുന്ന കുറേ മോഡ്യൂളുകളുണ്ട്. അവിടെ വേണമെങ്കിൽ സമയമുള്ളവർക്ക് അത് ഫില്ല് ചെയ്യാം. അങ്ങനെ ഫില്ല് ചെയ്താൽ കേസ് എടുത്തിട്ട് ആ രീതിയിലേക്കും നമുക്ക് ഒരു അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. സപ്പോസ് 30 മുതൽ 60 വരെ പേഷ്യന്റ് വരുന്നവർക്ക് ഈ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് എടുക്കണമെങ്കിൽ
നമ്മൾ ആ കൺസൾട്ടേഷൻ ജനറൽ ഒ പിന്ന് ഏറ്റവും മുകളിൽ ഇരിക്കേണ്ട താഴെ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നാക് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് ഫോർമാറ്റ്, കോളേജുകളിൽ ഉപയോഗിക്കുന്ന അംഗീകൃത ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് ഫോർമാറ്റിലേക്ക് അത് പോവുകയും ആ രീതിയിൽ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറിന്റെ അഭിരുചിക്ക് അനുസരിച്ച്, ആവശ്യകതയും അദ്ദേഹത്തിന്റെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് 3 തരത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ AHMS ലഭ്യമാണ്. അപ്പോൾ അത് ഒരുപാട് പേഷ്യൻ്റ് ഉള്ളവർക്ക് ഷോർട്ടായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഒരു അക്യൂട്ട് കേസ് ടേക്കിംഗ് നടത്തി തന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. തിരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് ടേക്കിംഗ് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള മോഡ്യൂളുകൾ നമ്മൾ ഇതിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. തിരിച്ച് അങ്ങനെ സജ്ജമാക്കി ഒ പിയിലേക്ക് വിടുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഓഫീസിൽ കിട്ടുന്ന സാധനമാണ്. ഇപ്പോൾ ഒരു ദിവസം 100 ഒരു 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 റിയൽ ടൈം ഡാഷ്ബോർഡിന്റെ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഏത് സമയം നോക്കിയാലും അവിടെ എത്ര പേഷ്യൻ്റ് ഏത് സമയത്ത് വന്നു എന്ന് കാണാം. 149 പേര് അന്ന് വന്നു. 5 പേര് ഇപ്പോഴും കൺസൾട്ടേഷന് വെയിറ്റിംഗ് ആണ്. 144 പേർക്ക് കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിൽ 143 പേർക്ക് മെഡിസിൻ കൊടുത്തു. HMC ഇനത്തിൽ 610 രൂപ അന്ന് കളക്ട് ചെയ്തു. ഇത് റിയൽ ടൈമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഒരു ഫിസിഷ്യന് തന്നെ അറിയാൻ പറ്റും എത്ര പേരാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, ഞാൻ ഇനി എത്ര പേരെ നോക്കേണ്ടതുണ്ട് എന്ന് റിയൽ ടൈമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ഡയറക്ടറോ ഡിഎംഒ പോലുള്ളവർക്ക് അവിടെ ഇരുന്നാൽ തന്നെ അറിയാൻ പറ്റും എത്ര പേര് ഒരു സമയം നോക്കി കഴിഞ്ഞു എന്നുള്ളത്. ഇനി അതിൻ്റെ താഴത്തെ ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് രജിസ്ട്രേഷൻ നൽകിയത്, എപ്പോഴാണ് മെഡിസിൻ കൊടുത്തത്, എപ്പോഴാണ് കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് അറ്റ് എ ഗ്ലാൻസ് കിട്ടും. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഫംഗ്ഷനെ കുറിച്ച് റിയൽ ടൈമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരങ്ങൾ ഇതിനകത്ത് നിന്ന് ലഭ്യമാണ്. അത് കഴിഞ്ഞാൽ ഫാർമസി ചെല്ലുമ്പോൾ ഈ രീതിയിലേക്ക് ഓരോ പേഷ്യൻറ്റിനെയും സെലക്ട് ചെയ്യുന്നു. അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ നമുക്ക് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ നമുക്ക് നൽകാൻ സാധിക്കുന്നു. ഒരു PDF ജനറേറ്റ് ആയി വരുന്നു. ആ PDF ഏകദേശം ഇങ്ങനെയാണ് കാണുന്നത്. PDF കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ ചെന്നത് എന്നുള്ളത് കാണും. ഒരു ബെനിഫിഷ്യറി ID കാണും. അന്ന് അവിടുന്ന് നമ്മുടെ എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് അവിടെ കാണും. അതുപോലെ തന്നെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയവ നമ്മൾ അതിനകത്തുണ്ടാവും. എന്ത് അസുഖത്തിനാണ് അദ്ദേഹം വന്നതെന്ന് കാണും. കഴിക്കുന്ന മരുന്ന് കഴിക്കേണ്ട തരം ആ രീതിയിലേക്ക് അങ്ങനെ കാണും. തിരിച്ച് എങ്ങനെ കഴിക്കണം അതിൻ്റെ മലയാളം പ്രിസ്ക്രിപ്ഷൻ കാണും. ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, ആരാണ് മെഡിസിൻ ഇഷ്യൂ ചെയ്തത്, ഈ വിവരവും രോഗി പാലിക്കേണ്ട ജനറൽ മാനേജ്മെന്റ് വിവരങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ജനറൽ മാനേജ്മെന്റ് വിവരങ്ങൾ പറയാത്തതുകൊണ്ടാണ് ജനറൽ മാനേജ്മെന്റ് വിവരങ്ങൾ, ലബോറട്ടറി ടെസ്റ്റുകൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം ചേർത്തൊരു PDF അദ്ദേഹത്തിന് പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് പോകുമ്പോൾ കൊടുക്കാൻ സാധിക്കും. ഇനി ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇത്രയാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത്. പിന്നെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പ്രക്രിയ വെറുതെ സിമ്പിളായിട്ട് ഒരു രോഗി വരുന്നു, അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുന്നു, പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ വിവിധങ്ങളായുള്ള റിപ്പോർട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്യും. ഇതൊന്നും നമ്മൾക്ക് ഈ റിപ്പോർട്ടുകളെല്ലാം ആവശ്യമാണെങ്കിൽ ഇതൊരു ഫിസിഷ്യന് ഒരു ഡിസ്പെൻസറി ഇരുന്ന് പഴയ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടാൻ വളരെ പാടാണ്. നമുക്കതൊരു പ്രിസ്ക്രിപ്ഷൻ രജിസ്റ്റർ അവിടെ ഉണ്ടാകും, OP രജിസ്റ്റർ ഉണ്ടാകും, കൺസൾട്ടന്റ് റിപ്പോർട്ട്, ഓരോ ഡോക്ടറും എത്ര പേരെ നോക്കി എന്നുള്ളത് കാണും, ബെനിഫിഷ്യറി റിപ്പോർട്ട്, എത്ര ബെനിഫിഷ്യറി പുതുതായിട്ട് വന്നു, പഴയ ബെനിഫിഷ്യറി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓരോ കൺസൾട്ടേഷൻ സ്റ്റാറ്റസ്, ഏജ് വൈസ് കൺസൾട്ടേഷൻ, ഓരോ പ്രായക്കാർ ഏത് തരത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വിവിധങ്ങളായ പലതരം റിപ്പോർട്ടുകൾ നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗമായി നമ്മൾ കാണുന്നത്. ഇതൊന്നും ഒന്നിച്ച് ഇത് നമ്മളിതിനകത്ത് എൻട്രി ചെയ്താൽ പിന്നെ ആ ഡോക്ടർ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുകയും വേണ്ട, സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തരും. അതുപോലെ HMCയിലാണെങ്കിലും ഈ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരും. കാരണം പലപ്പോഴും ഓഡിറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കുന്ന പലതും നമുക്ക് ഇതിനകത്ത് എത്ര ഇപ്പം സാധാരണ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തവർക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ സർക്കാരിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാം, HMC അഡ്വാൻസ് റിക്കൂപ്പ് ചെയ്തിട്ടുണ്ടോ, എത്രയാണ് ബില്ല് മാറിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന എളുപ്പത്തിൽ. ഇതൊന്നും ഡോക്ടർ പിന്നെ എടുത്ത് ഫയലൊന്നും നോക്കണ്ട, വൺസ് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് വരുന്ന എല്ലാം ആ വിരൽത്തുമ്പിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ സ്ഥാപന മേധാവി കിട്ടുന്ന രീതിയിലുള്ള വിവിധങ്ങളായ റിപ്പോർട്ട്. ഫാർമസിയിൽ സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര മെഡിസിൻ ഉണ്ട്, അതിൽ ഏതൊക്കെയാണ് നമുക്കിപ്പം എക്സോസ്റ്റ് ആയി പോയത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇനി എക്സ്പയറി ആകാൻ പോകുന്നത്, സ്റ്റോക്കിൽ ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളതും നമുക്ക് ഇതിനകത്ത് തിരിച്ചറിയാൻ സാധിക്കും. സ്റ്റോക്ക് ബാലൻസിങ്ങിന് ഓരോ മെഡിസിൻ്റെയും സ്റ്റോക്ക് ബാലൻസ് റിയൽ ടൈമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വഴി നമ്മുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉടനെ എക്സ്പയറി ആകുന്ന സ്റ്റോക്ക് ഉണ്ടോ, ഇതും നമുക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ചുള്ള ഉപയോഗം നമുക്ക് കാര്യക്ഷമമാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ചില ഡോക്ടർമാർ പൊട്ടൻസി മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലവർ ടിഞ്ചർ മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ടിഞ്ചർ മാത്രം ഉപയോഗിക്കുന്ന ഡോക്ടർ അവിടെ വന്നിട്ട് ടിഞ്ചർ കുറേ വാങ്ങിച്ചു വയ്ക്കുകയും
അടുത്ത് വന്നത് പൊട്ടൻസി ഉപയോഗിക്കുന്ന ഒരു ഡോക്ടറും ആകാം. ഇത് നമുക്ക് പലപ്പോഴും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനിൽ പല തരങ്ങളുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ഈ മരുന്ന് എക്സസ് ആണ്, ഞാനിത് ഉപയോഗിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലോൺ വ്യവസ്ഥയിൽ ഇത് ഉപയോഗിക്കുന്ന ഡോക്ടറിന് കൊടുക്കാനുള്ള സംവിധാനം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. തത്തുല്യമായ ഒരു എമൗണ്ടിലേക്ക് അദ്ദേഹം മറ്റേ സൺട്രീസോ മറ്റു സാധനങ്ങളോ വാങ്ങിച്ച് അത് മീറ്റ് ചെയ്യുന്നത് വഴി ഈ പൈസയുടെ പ്രശ്നം അവിടെ സോൾവ് ആക്കാൻ പറ്റും. അതൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. അതാണ് ലോൺ ബിറ്റ്വീൻ യൂണിറ്റ്സ് എന്ന ഓപ്ഷൻ വഴി. അതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. സ്റ്റോക്ക് ബാലൻസ് അറിഞ്ഞ് ലോൺ ബിറ്റ്വീൻ യൂണിറ്റ്സ് കൂടെ ചെയ്യുന്നത് വഴി സർക്കാരിന്റെ പൈസ കൃത്യമായി ഉപയോഗത്തിലെത്താൻ നമുക്ക് സഹായിക്കും. ഒരിക്കലും അത് പാഴായി പോവുകയോ അതിരുന്ന് എക്സ്പയർ ആയി പോകാതിരിക്കാനോ നമുക്ക് സഹായിക്കുന്ന രീതിയിലേക്ക് ഈ മോഡ്യൂൾ നമുക്ക് ഉപയോഗിക്കാം. ഡിപ്പാർട്ട്മെന്റിന് ഇതിന്റെ ഉപയോഗം പെട്ടെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ രേഖകളുടെ കൃത്യമായ ഡോക്യുമെന്റേഷൻ സാധ്യമാക്കുന്നു. ഇത് വന്നതിന് ശേഷം നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നമ്മുടെ റീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോവിഡിന് മരുന്ന് കൊടുത്തതിന്റെ 2 ഫലപ്രാപ്തി സർവേകൾ നമ്മൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്റലിജന്റ് ഇന്റന്റിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2022-23 സ്റ്റോക്ക് നമ്മൾ ഒരിക്കൽ എടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. 2023-24 ഒരു സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ 2 വർഷത്തെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, ആനുവൽ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിലൊരു ഇടയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ കൺസംഷൻ. ഇടയ്ക്ക് വന്ന മെഡിസിൻ ഉണ്ടാവും, ഇടയ്ക്ക് കുറെ മെഡിസിൻസ് വന്നു, കുറച്ച് നമ്മൾ ഉപയോഗിച്ച് ഈ ഉപയോഗം നമുക്ക് ഡിജിറ്റലി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതനുസരിച്ചിട്ട് പഞ്ചായത്ത് നൽകുന്ന പൈസ അതനുസരിച്ചിട്ട് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് കൂടെ കണക്കാക്കിയിട്ട് ആവശ്യകത അനുസരിച്ച് നമുക്ക് ഇൻറ്റൻറ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് നമ്മൾ ഹോംകോയിലേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായ അളവിൽ ഹോംകോയും ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോംകോയിൽ നിന്ന് കൃത്യമായ അളവിലേക്ക് മെഡിസിൻ നമുക്ക് ലഭ്യമാകാനും സഹായിക്കും. അപ്പോൾ ജനങ്ങളുടെ പൈസ പാഴായി പോവാത്ത രീതിയിൽ, സാധാരണ ചിലപ്പോൾ ചില ഡോക്ടർമാർക്ക് ചില മെഡിസിനോട് കുറച്ച് താല്പര്യം കാണും, അത് ഇൻറ്റൻറ്റ് ചെയ്ത് കൂട്ടി വരും. പലപ്പോഴും ഓയിൻമെന്റ് സ്റ്റോക്ക് പോലും നോക്കാതെ കൂട്ടി വരുന്ന സാധനമുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ സിസ്റ്റം ചോദിക്കും, നോക്കൂ നിങ്ങൾക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു റിമാർക്ക് കൂടെ കൊടുത്ത് ചെയ്യാൻ പറയും. സോ കൂടുതൽ കൊടുക്കാം, പക്ഷെ അതൊരു ഇന്റലിജൻസ് അതിനകത്ത് ഉണ്ടാവും. ആ ഒരു സാധനം നമുക്ക് ഈ ഒരു ഇന്റനിങ് വഴി നമുക്ക് ലഭ്യമാകും. അതുപോലെ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ഇതിനകത്ത് മാപ്പ് ചെയ്യപ്പെടുന്നത്. എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച് തന്നിട്ടില്ല, അത് സെക്രട്ടേറിയറ്റ് ഇരിക്കുവാണ്. അത് കിട്ടിയ ഉടനെ തന്നെ അതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മരുന്നുകളുടെ ലഭ്യത ഇതിനകത്ത് ഉറപ്പാക്കാൻ പറ്റും. കാരണം സ്റ്റോക്ക് ഔട്ട് ആവുന്ന മെഡിസിൻ അടുത്ത ഇന്റനിൽ ഓട്ടോമാറ്റിക്കലി കയറി ചെല്ലും. പല ഡേറ്റകളെ എളുപ്പത്തിൽ വീണ്ടെടുക്കാൻ പറ്റും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. നമ്മൾ ഹോമിയോ ആപ്പ് എന്ന് പറഞ്ഞ് പബ്ലിക്കിന് ഒരു ആപ്പ് നമ്മൾ ഉടനെ തുറന്നു കൊടുക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ പല മെസ്സേജസും ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്പ് യൂസേഴ്സിൽ എത്താൻ പറ്റും. പലപ്പോഴും മീഡിയാസ് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ അവരെ അറിയിക്കണമെന്നില്ല. പക്ഷേ ഈ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് OP രജിസ്ട്രേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് OP രജിസ്ട്രേഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് നമ്മുടെ ആ ആപ്പ് വഴി നമ്മുടെ നമ്മുടെ ഒരു എന്താണ് ബോധവൽക്കരണ പരിപാടികൾ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നമുക്ക് നടത്താനും സഹായിക്കും. അപ്പോൾ പിന്നെയുള്ളതാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പം ഈ ഒരു സാധനത്തിനോട് താല്പര്യമുണ്ട്, ഡിജിറ്റലൈസേഷനിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഡിജിറ്റലൈസേഷൻ എന്തായാലും വരും എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, പക്ഷെ അത് കുറേ കാര്യങ്ങൾ അതിനകത്ത് അറിയാനുണ്ട്. ഭാരത സർക്കാർ 2021 ലോഞ്ച് ചെയ്തൊരു പരിപാടിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ഇത് നിലവിൽ വരുന്നതോടുകൂടി എല്ലാ പ്രാക്ടീഷണേഴ്സും, അതായത് എല്ലാ അംഗീകൃത ചികിത്സകരും ഇതിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അതിനകത്ത് നമ്മളൊരു സ്വകാര്യ പ്രാക്ടീസ് ആവട്ടെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലാവട്ടെ, എല്ലാവരും തന്നെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് മിഷനിൽ രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ ചികിത്സിക്കുന്ന വിവരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, ഞാൻ നേരത്തെ ഗൂഗിൾ പേ വെജിറ്റബിൾ വെൻഡറിന് വന്നു അല്ലെങ്കിൽ മത്സ്യ കച്ചവടക്കാരന് വന്നു എന്ന് പറയുന്നത്, നമ്മളും ഇതിനകത്തേക്ക് ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ ഈ രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂളിലേക്ക് നമ്മൾ കടക്കേണ്ട ഒരു ഘട്ടം വരും. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റാർ ഹെൽത്തോ അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് ആപ്പിൽ ചെന്നാലും അവിടെ ആഭാ നമ്പർ എന്നൊരു നമ്പർ ചോദിക്കും. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പർ എന്നൊരു സാധനം ചോദിക്കും, ആഭാ നമ്പർ. ഈ നമ്പർ വരും കാലത്തെ ഒരു മാൻഡേറ്ററി, നമുക്ക് ആധാറിന് പകരം ഹെൽത്ത് സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു യുണീക്ക് നമ്പറാണ് ആഭാ നമ്പർ. ആ ആഭാ നമ്പറിലേക്ക് പോകും. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ സംയോജനം നടപ്പിലാക്കി വരികയാണ്. അങ്ങനെ നടപ്പിലാക്കി വരുമ്പോൾ നമുക്ക് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെയോ ഒരു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ് ചെയ്ത ഡേറ്റയോ രോഗിയുടെ സമ്മർദ്ദ പ്രകാരം നമ്മുടെ കമ്പ്യൂട്ടറിന് മുന്നേ എത്തും. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഹെൽത്ത് സോഫ്റ്റ്വെയർ എല്ലാം ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കിംസ് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ അല്ലെങ്കിൽ മിംസോ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ആശുപത്രിയിൽ ബേബി മെമ്മോറിയലിൽ ഡിജിറ്റലായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു OTP പേഷ്യന്റ് തരുന്നത് വഴി നമുക്ക് ആ റെക്കോർഡ് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും.
അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് കടക്കുന്നതിന്റെ ചുവടുപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അതൊരു വലിയൊരു സ്കീമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അത് വേറൊരു അവസരത്തിൽ ഞാൻ അതിന്റെ സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ പാർട്ട് കൂടെയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു ഗൂഗിൾ പേ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഹെൽത്ത് സെക്ടറിന്റെ ഗൂഗിൾ പേ ആണെന്ന് പറയാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ കൊടുക്കാൻ പറ്റുന്ന എല്ലാവരും ഡേറ്റ അവിടെ സെർവർ ഇരിക്കും. പക്ഷേ കൺസെന്റ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യന്റ് ആണ് കൺസെന്റ് കൊടുക്കുന്നത്. പേഷ്യന്റ് പറഞ്ഞാൽ ഏത് ഡോക്ടറിനും ഈ സാധനം കാണാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയ നടപ്പിലാക്കുന്നുണ്ട് ഭാരത സർക്കാർ. കേരളം അതിന്റെ പാർട്ടാണ്. 2022 ഒക്ടോബർ 2 കേരളത്തിൽ ലോഞ്ച് ചെയ്തു. അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. നമ്മളും അതിന്റെ ഇന്റഗ്രേഷനിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് സിസ്റ്റത്തിലേക്കും നമുക്ക് ഈ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന ഇന്റർ ഓപ്പറബിലിറ്റി കൂടെ ലഭ്യമാകും. പബ്ലിക്കിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ OPIP സേവനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യുന്നത് വഴി അവർക്കൊരു അനാവശ്യ കാത്തിരിപ്പ് ഒഴിവാക്കുക. സ്ലോട്ട് എടുത്ത് ബുക്ക് ചെയ്യുന്നത് വഴി അവർക്ക് അനാവശ്യ കാത്തിരിപ്പ് ഒഴിവാക്കുക. ആ സമയത്ത് തന്നെ ചെന്ന് മരുന്ന് വാങ്ങിക്കാവുന്നതാണ്. ക്യൂ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാം. പകർച്ചവ്യാധി സമയത്തൊക്കെ നമുക്ക് ആ ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കാൻ നമുക്ക് സഹായിക്കും. ഇലക്ട്രോണിക് സ്റ്റോറേജ് ഉള്ളതിനാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പേഷ്യന്റ് കാസർഗോഡ് പോയാലും ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ തുടർ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ഒരു രോഗി ഒരു സ്ഥാപനത്തിൽ ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നു, പൾസാറ്റില 200 പ്രിസ്ക്രൈബ്, പൾസാറ്റ് 200 അവിടെ ഇല്ല, 30 ഉള്ളൂ, 1 ഉള്ളൂ. പലപ്പോഴും നമ്മൾ 230 1 ഫോഴ്സ്ഡ് ആയിട്ട് എഴുതേണ്ടി വരും. പക്ഷേ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ എനേബിൾമെന്റ് വരുത്താൻ പോകുന്നത്, അദ്ദേഹത്തിന് ഒന്ന് മൊബൈൽ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനത്തിൽ ഈ 1 200 തൊട്ടടുത്ത സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ അദ്ദേഹത്തിന് ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടും. അപ്പം ഒരു സ്ഥാപനത്തിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ മറ്റൊരു സ്ഥാപനത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ പേഷ്യന്റിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മരുന്നുകൾ ലഭ്യമാകുന്ന രീതിയിലേക്ക് നമുക്ക് പ്രിസ്ക്രിപ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഡോക്ടറുടെ സേവനം, ആ മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഡോക്ടറുടെ സേവനം, ചില പ്രത്യേക ഡോക്ടർമാരെ കാണാൻ വളരെ ദൂരെ നിന്ന് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അവരുടെ സേവനം ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം ഏറ്റവും അവസാനം അവർക്ക് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നമ്മളെക്കുറിച്ചുള്ള സേവനങ്ങളെ വിലയിരുത്തലുകളോ അറിയിക്കാനുള്ള ഓപ്ഷൻ കൂടെ പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് ഒരു പെട്ടെന്ന് അങ്ങനെ നടപ്പിലാക്കിയ, അല്ലെങ്കിൽ ഇത് വളരെ സുന്ദരമായിരുന്നില്ല ഇതിന്റെ നടപ്പിലാക്കൽ പാതകൾ. അതിൽ ഒരു വലിയൊരു പ്രശ്നം മാനവ വിഭവശേഷി തന്നെയാണ്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ 4 പേരാണുള്ളത്. 4 പേര് ഒരു ഡിസ്പെൻസറിയെ സംബന്ധിച്ച് അതിൽ 4 പേര് 4 പോസ്റ്റ് ഉണ്ടെങ്കിൽ 4 പേര് എന്നും ഉണ്ടാവണമെന്നില്ല. 2 വരെ വേക്കന്റ് ആകുന്ന സംഗതി ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ആദ്യമേ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് പരിമിതമായ സേവനങ്ങളുള്ള ചെറിയ ആശുപത്രി, അതായത് കരകുളം, തിരുവനന്തപുരം ജില്ലയിലെ കരകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇത് പൈലറ്റായിട്ട് 1 വർഷം ഓടിച്ചു നോക്കിയത്. അവിടെ ഓടിച്ചു നോക്കി അവിടെ ഉള്ള കണ്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം 10 സ്ഥാപനങ്ങൾ നമ്മളൊന്ന് പൈലറ്റ് ചെയ്ത് നോക്കി. 10 സ്ഥാപനങ്ങൾ പൈലറ്റ് ചെയ്ത് ഉണ്ടാകുന്ന വിഷയങ്ങളും പരിഹരിച്ചാണ് നമ്മൾ നിലവിൽ 287 സ്ഥാപനങ്ങൾ, അതായത് വകുപ്പിലെ സർക്കാർ ഡിസ്പെൻസറികളുടെ 43% സ്ഥാപനങ്ങൾ ഇന്ന് ഡിജിറ്റലൈസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ISM ഡിപ്പാർട്ട്മെന്റിൽ നമ്മളൊരു കോർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ കമ്പാരിസൺ പോലെ പറയുകയല്ല. നമ്മൾ ISM ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് 67 സ്ഥാപനങ്ങളിലാണ് അവർ ഇത്രയും കാലം 9 വർഷം കൊണ്ട് അവർ ചെയ്ത്. നമ്മൾ ഇത് ഇനാഗുറേറ്റ് 1 വർഷമേ ആയുള്ളൂ, 1 വർഷം ആകുന്നതേ ഉള്ളൂ. അതിനിടയിൽ നമ്മൾ 43% സ്ഥാപനങ്ങൾ നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ ഒരു വലിയൊരു എഫേർട്ടാണ്. കാരണം ഒരു ചേഞ്ച് മാനേജ്മെന്റ് നമ്മൾ വിചാരിക്കും പോലെയല്ല. പേപ്പറിലും പേനയിലും എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ കൊട്ടി എഴുതുമ്പോൾ കുറച്ച് പാട് തന്നെയാണ്. പക്ഷെ അവരെ നമ്മളെ കൂടെ നിന്നിട്ട് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഹ്യൂജ് ഡേറ്റ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. പിന്നെ ജീവനക്കാർക്ക് പല സംശയങ്ങളുണ്ട്. എല്ലാവരും ടെക്നിക്കലി വെൽ വേഴ്സ്ഡ് ആവണമെന്നില്ല. കെൽട്രോണിന്റെ ഹെൽപ്പ് ഡെസ്ക് നൽകിയിട്ടുണ്ട്. 24 അവേഴ്സും അവർക്ക് ഓൺലൈൻ ഡൗട്ടുകളാണെങ്കിൽ ഒരു ചാറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മെസ്സേജ് ചെയ്യാം. അല്ല പ്രവർത്തന സമയങ്ങളിലാണെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചും ചോദിക്കാം. OP സമയങ്ങളിലേക്ക് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. OP അല്ലാത്ത സമയങ്ങളിൽ ഒരു ചാറ്റ് ബോക്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അവർക്ക് മെസ്സേജ് ഇട്ടാൽ അവരുടെ സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതാണ്. ഡേറ്റാ സുരക്ഷയ്ക്കായിട്ട് സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും സെക്യൂരിറ്റി ഓഡിറ്റിംഗ് വർഷാവർഷം കൃത്യമായി നടത്തുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ കൃത്യമായിരുന്ന റൂളുകൾ കൂടെ പാലിക്കുന്നത് വഴി സോഫ്റ്റ്വെയറിന്റെ സെക്യൂരിറ്റി പരമാവധി ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും പബ്ലിക്കിന്. സാങ്കേതിക പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. കാരണം ഇന്റർനെറ്റ് പലപ്പോഴും ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ഇരിക്കുന്ന അതാണ് പല ഡിസ്പെൻസറികളും, അവിടേക്ക് ഇന്റർനെറ്റ് ഇടയ്ക്ക് കട്ടായി പോകാം. പക്ഷേ നമ്മുടെ ജീവനക്കാർ സ്വന്തം പേഴ്സണൽ ഡേറ്റ ടെതർ ചെയ്ത് അല്ലെങ്കിൽ വൈഫൈ വെച്ച് ഉപയോഗിച്ചായാലും അവർ പേഷ്യന്റിന് സേവനം മുടക്കാതിരിക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു ഈ മുടക്കമില്ലാത്ത സേവനങ്ങൾ പലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കണം. എങ്കിലും
കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി എസ്കലേറ്റ് ചെയ്ത്, കാരണം നമ്മൾ ഇന്നലെ ശിശുക്കളാണ്, 1 വർഷമേ ആയുള്ളൂ. ആ 1 വർഷത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോഴപ്പോഴും പരമാവധി പരിഹരിച്ച് നമ്മളത് പോകുന്നുണ്ട്. കൂടുതൽ സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ പറ്റും. ഒരു വർഷത്തിലൂടെ നമുക്ക് ഏകദേശം 70-80% സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഇടയ്ക്ക് കറണ്ട് പോകാം, ഡേറ്റാ സെന്റർ നമ്മുടെ കയ്യിലല്ല. നിങ്ങൾക്ക് പലപ്പോഴും റേഷൻ വിതരണം തടസ്സപ്പെട്ടു എന്നൊക്കെ പത്രത്തിൽ കാണില്ലേ? അതുപോലെ നമ്മുടെ ഡേറ്റാ സെന്ററാണ് ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡേറ്റാ സെന്റർ എറേഴ്സ് നമ്മളെ ബാധിക്കും. പക്ഷേ നമ്മൾ അവരുമായിട്ട് ലൈസൺ ചെയ്തിട്ടുണ്ട്. പരമാവധി നമ്മുടെ അതിനെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് നമ്മുടെ സെർവറിനെ വിർച്വൽ മെഷീൻ അതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ വിർച്വൽ മെഷീനാണ് തന്നിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും തുടർ പ്രക്രിയകൾ, ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചുകൊണ്ടാണ് മുന്നേറി പോകുന്നതെന്നുകൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 10 ജൂലൈ 2023 നമ്മുടെ ബഹുമാന്യമായ മിനിസ്റ്റർ വീണ ജോർജ് മാഡം AHIMS ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് 287 സ്ഥാപനങ്ങളിലായിട്ട് നമ്മൾ 11.5 ലക്ഷം OP കൺസൾട്ടേഷൻ ഇതുവഴി നൽകി. അതായത് 11.5 ലക്ഷം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്. 4.5 ലക്ഷം ബെനിഫിഷ്യറീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം പേരിലായിട്ട് 11.5 ലക്ഷത്തോളം, 11 ലക്ഷത്തിന് മുകളിൽ സർവീസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാഷണൽ ഹെൽത്ത് ഏജൻസിയുടെ ടെക്നോളജി പാർട്ട്ണറായ പാത്ത് ടീം, പാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ടെക്നോളജി പാർട്ട്ണറാണ്. അവർ നമ്മുടെ സ്ഥാപനം, കരകുള സ്ഥാപനം സന്ദർശിക്കുകയും അവരുടെ ഒരു കമന്റ് ആണ് അത്, ABDMന്റെ ടെക്നോളജി പാർട്ട്ണറാണ് അവർ. ഞാൻ ജസ്റ്റ് ആ കമന്റ് നമ്മുടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ പറയാണ്. ഡയറക്ടർ ഡിജിറ്റൽ ഹെൽത്ത് ശ്രീ സമീർ കൻവാർ അദ്ദേഹം എഴുതിയാണ്, വിസിറ്റഡ് ദ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ ബാർ ക്ലിനിക്. ഇറ്റ് ഈസ് സോ ഹാർട്ടനിങ് ടു സീ ദ ക്വാളിറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് സർവീസ് ഡെലിവറി. The digital modules are thoroughly designed to include the entire ecosystem. The planned integration and interoperability with ABDM is encouraging. The layout and process to digitalize facilities should be showed as a case study with other states. അതായത് നമ്മുടെ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തിരിക്കുന്നു എന്ന ഒരു കമന്റാണ് ഒരു ടെക്നോളജി പാർട്ട്ണർ എന്നുള്ള അവരുടെ നിന്ന് കിട്ടിയത്. നമ്മളൊരു വലിയ കാര്യമായി നമ്മൾ കണക്കാക്കുന്നു. ഇത് ജസ്റ്റ് ആ പത്ര കട്ടിങ്സും കാര്യങ്ങളുമാണ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികൾ ഹോമിയോപ്പതിക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യത, അവരെല്ലാവരും തന്നെ ഇതിനുള്ള ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ നൽകി പരമാവധി ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മിക്കവാറും സ്ഥാപനങ്ങളിലേക്ക് നമ്മളിത് വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയാണ് ഒരു ഷോർട്ട് പ്രസന്റേഷൻ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ, ഇതിന്റെ സ്റ്റേറ്റ് അഡ്മിനായിട്ട് ഞാനും ഡോക്ടർ രാജേഷ് കുമാർ, കാസർഗോഡ് ചിറ്റാരിക്കൽ താമസിക്കുന്ന ഡോക്ടർ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അജാനൂർ ഡിസ്പെൻസറിയിലാണ്, അദ്ദേഹമാണ് ഇതിന്റെ സ്റ്റേറ്റ് അഡ്മിൻസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രസന്റേഷൻ. അത് കഴിഞ്ഞ് ലൈവ് മോഡ്യൂൾ ഒന്ന് കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ചോദിക്കും. ഞാൻ അതിൻ്റെ അടുത്ത സ്ക്രീൻ ഷെയർ ചെയ്യും വരെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. മനോജ് ഡോക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഡിജിറ്റലൈസേഷൻ എത്തിയോ? ഇല്ല, ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ, നെറ്റ്, കറണ്ട്, അങ്ങനെ കുറെ ടെക്നിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഇരിക്കുന്ന ഡോക്ടർമാർ ഏതൊരു ഘടകമാണ്, അങ്ങനെയൊക്കെ പല പല ഘടകങ്ങളുണ്ട്. വേഗത, പിന്നെ പലപ്പോഴും രോഗിയുടെ മുഖത്ത് നോക്കാൻ പറ്റൂല, അങ്ങനെ പ്രശ്നം വരും. അപ്പം പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഫുൾ സിഗ്നലെത്തും. ഹരിഹരൻ സാർ ഹാൻഡ് ചെയ്തിട്ടുണ്ടേ. ഹരിഹരൻ സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. സാറെ ചോദിച്ചോളൂ, എന്താണ് പറയാനുള്ളത്? എനിവേ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്. എന്റെ കാലത്ത് സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസമുണ്ട് എനിക്ക്. ഡോക്ടർക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്റ്റാഫിന്റെ ഈ ടൈം, അതായത് ഇപ്പൊ 8 മണിക്കാണ് നമ്മൾ ഡിസ്പെൻസറി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ 8 മണിക്ക് തന്നെ സ്റ്റാഫ് ഒക്കെ വരുന്നുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് ഇപ്പം സെക്രട്ടറിയിലെ കാണുന്ന കണക്ക് പഞ്ചിങ് മെഷീൻ ഇല്ലേ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ ടൈം കീപ്പ് ചെയ്യാനുള്ള ഇത് ഡിജിറ്റലൈസ് ചെയ്തപ്പം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? സർ, അതിൽ എനിക്കുള്ള ആൻസർ കുറച്ച് ട്രിക്കിയാണ്. അതായത് ഞാൻ പറയുന്നത് 8 മണിക്ക് ഈ സംവിധാനം പ്രവർത്തിക്കുമെന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റത് ഡിപ്പാർട്ട്മെന്റ് DMOയും ഡയറക്ടറും തുടങ്ങിയ അധികാരികളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇത് 8 മണിക്ക് ഉറപ്പായി ഇത് വർക്ക് ചെയ്തിരിക്കും എന്നുള്ളത് ഞങ്ങൾ രാവിലെ തന്നെ, ഞാനും ഡോക്ടർ രാജേഷ് എന്നൊരു വേറെ ഡോക്ടറുണ്ട്, എണീറ്റുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിനകത്തൊന്ന് കയറി എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എല്ലാം ഓണാണോ, കുഴപ്പമില്ലല്ലോ, ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ എല്ലാ ദിവസവും ഉറപ്പാക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഫംഗ്ഷനിലാണ്. സ്റ്റാഫിനെ എൻഷുർ ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും attendance of staff at an institution.
സാർ നമുക്ക് ഇതിന്റെ IP ട്രാക്കിങ്ങും വഴി ലോഗിൻ സ്റ്റാറ്റസ് വഴി നമുക്കത് ചെയ്യാം. പക്ഷെ അത് ഇനേബിൾ ചെയ്തിട്ടില്ല സാർ. അത് ഇനേബിൾ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ കാരണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഗവൺമെന്റ് തന്നെ പഞ്ചിങ് മെഷീൻ വെക്കണമെന്ന് വേറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ഹിംസിക്കാനല്ല ഉപദ്രവമല്ലല്ലോ അഹിംസ എന്നുള്ളതാണ്. ഡോക്ടറെ, ഇത് ഉപദ്രവമല്ല. ഇതൊരു മനസ്സിലായി സാർ. ഉപദ്രവമല്ല. എന്താ വെച്ചാൽ പല ഡിസ്പെൻസറിയും തീർച്ചയായും എനിക്ക് അറിയാവുന്ന പല ഡിസ്പെൻസറിയിലും കാര്യമുള്ളത് ഈ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര മണിക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയെന്നും എത്ര മണിക്ക് തീർന്നു എന്നും അറിയാൻ പറ്റും. അത് ആവശ്യമാണ് ഇതിനകത്ത്. അതറിയാൻ പറ്റും. അതിപ്പോ ട്രാക്കബിൾ ആണ്. പക്ഷെ ഈ എന്താണ് അദ്ദേഹം അവിടെ വന്നിട്ട് കമ്പ്യൂട്ടർ ഇപ്പൊ പേഷ്യന്റ് വന്നില്ല, കമ്പ്യൂട്ടർ ഓൺ ചെയ്തില്ല എങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ രാവിലെ 9 മണിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എത്ര മണി തൊട്ടാണ് അത് ക്ലിയർ ചെയ്ത്, എത്ര മണിക്കൂർ ഡോക്ടർ ആ പേഷ്യന്റ് നോക്കാൻ എടുത്തു, ഈ ഫാർമസിയിൽ എത്ര നേരം വെയിറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് രോഗികളെയും കൂടെ ബോധവൽക്കരിക്കണം. തീർച്ചയായും സാർ. അവിടെ വരുന്ന പേഷ്യൻസിനെയും കൂടെ ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനമുണ്ടെന്നും ഇത് ഇങ്ങനെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അത് അവരെയും കൂടെ ബോധവൽക്കരിക്കണം. അതിന് ഒരു ടീമിനെ വെച്ചിട്ട് ഈ ഡിസ്പെൻസറികളിലെല്ലാം രോഗികളെയും കൂടെ ബോധവൽക്കരണം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും സാർ, തീർച്ചയായും. ഡോക്ടർ നമ്മളെ സമയം അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. 9 ഞാൻ 9 അതല്ല ഞാൻ പറഞ്ഞ കോണ്ടാക്ട് വേർന്നായിരുന്നു എന്നുള്ളതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അതിന്റെ രണ്ടാമത്തെ കാര്യം പല ഹോമിയോ ആശുപത്രിയിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്തെ കാര്യം പറയാം. എനിക്ക് ഇപ്പോഴത്തെ അറിയാൻ മേല. ഒരു 15-20 ബെഡുള്ള ഹോസ്പിറ്റലാണെങ്കിൽ കൊള്ളാം ഡോക്ടർ. ഞാൻ റിയലി ഐ അപ്രീസിയേറ്റ്. കൂടുതൽ ഭാഗമുണ്ടോ ഡോക്ടർ? അല്ല, പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കാണിച്ചു പോകാം സാർ. അപ്പൊ ഇത് സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഹെൽത്തിന്റെ ഡാഷ്ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതല്ലേ സാർ? ഓക്കെ. അപ്പോൾ ഇത് കാണുന്നത് സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്തിലാണ്. അവിടെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിയുടെ ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഇപ്പം ഹെൽത്തിന്റെ സംവിധാനം ഇന്ത്യയിൽ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ നമ്മുടെ ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് ഇങ്ങനെ കിട്ടും. കൺസൾട്ടേഷൻ ഡേറ്റ ഇങ്ങനെ കിട്ടും. അപ്പൊ 2024-25 വർഷം ഇപ്പൊ ഏകദേശം 18 ലക്ഷത്തോളം പേര് നമുക്ക് ഇതുവരെ കൺസൾട്ട് ചെയ്തു. അതായത് ഈ 3 മാസം ആയപ്പോഴേക്കും 18 ലക്ഷം പേര്. ഇത് പബ്ലിക് ഡൊമൈനിൽ ആർക്ക് വേണോ കയറി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നോക്കാം. കേരള ഹിംസിന്റെ ഡാഷ്ബോർഡാണ്. ഇത്രയും പേഷ്യന്റ് ഇത്രയും ദിവസം ഈ മാർച്ചിന് ശേഷം വന്നിട്ടുണ്ട്. തിരിച്ച് ഈ മാസം ഇപ്പം ഇവിടെ മാസവും കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ മാസവും എങ്ങനെയാണ് ഓരോ ജില്ലയിലും വന്നത്. ഈ കണക്കുകളൊക്കെ വളരെ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഹെൽത്ത് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഈവൻ വെളിയിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നെത്തോലി ചെറിയ മീനല്ല എന്ന് പറയും പോലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ ഒരു ചെറിയ മീനല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കണക്കുകൾ ഡിജിറ്റലൈസേഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളൊരു എന്താ പറയേണ്ടത്, പ്രസ്റ്റീജിയസ് ആയിട്ട് അതും ഹെൽത്തിന്റെ സ്റ്റേറ്റ് ഡിജിറ്റൽ മിഷൻ ഡാഷ്ബോർഡിലാണ് അവർ ഇട്ടിരിക്കുന്നത്. ഈ സാധനം ക്ലിക്ക് ചെയ്താൽ തന്നെ അതിലേക്ക് കയറിപ്പോവാം. ഇതുപോലെ നമ്മുടെ ഡേറ്റാസ് ഗ്രാഫിക്കലി വരും. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ഡാഷ്ബോർഡ് വരുന്നുണ്ട്. അത് മറ്റേ AHMS 2-ലുള്ള നമ്മുടെ സ്പെഷ്യാലിറ്റി OPയുടെ കൗണ്ടുകളാണ്, പ്രോജക്ട്സുകളുടെ കൗണ്ടുകളാണ്. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ ഈ ഡാഷ്ബോർഡിലുണ്ട്. കുറച്ചുകൂടെ വേറൊരു അനലിറ്റിക്കൽ ഡാഷ്ബോർഡ് വേറൊരെണ്ണം വരുന്നുണ്ട്. അത് ഉടനെ വരുമെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അനലിറ്റിക്കൽ ഡാഷ്ബോർഡ് വരും. ഇനി പെട്ടെന്ന് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി ഞാൻ വളരെ പെട്ടെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഓഫീസിലേക്ക് കാണുന്ന ഒരു പേജ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡമ്മി ഫോൾഡറാണ്. കാരണം നമ്മൾ ഒറിജിനൽ ഫോൾഡർ കയറി ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഡേറ്റ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പരിശീലനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഡമ്മി ഫോൾഡറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇതിലെ ഡേറ്റാസ് ഒരിക്കലും നമുക്ക് എന്ത് വേണം കൊടുക്കാം. ഞാൻ പറഞ്ഞത് അത് നമ്മൾ പരിശീലനത്തിനും അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് പർപ്പസിനും നമ്മളിതിന്റെ ബഗ് ഫിക്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡ്യൂളാണിത്. അപ്പം ഇതാണ് നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്ക്രീനിൽ നമുക്ക് ഇങ്ങനൊരു ഇപ്പം ഒരു പുതിയൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ന്യൂ പേഷ്യന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാനും സിമ്പിൾ ക്ലിക്കിൽ മൊബൈൽ നമ്പരും മറ്റ് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ല ഒരു പഴയ പേഷ്യൻ്റാണ് വന്നിട്ടുള്ളതെങ്കിൽ റീവിസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ഞാൻ ഒരു പേഷ്യന്റ് നേരത്തെ ഇട്ട് നോക്കിയതാണ്. ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, കൺസൾട്ടേഷൻ ഒരാൾ വെയിറ്റിംഗ് ആണ്. ഇങ്ങനെയാണ് ഈ സാധനം വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ പേജ് കാണിച്ചു തരാം. ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പേഷ്യന്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ
F എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫീവർ, F വെച്ചിട്ടുള്ള സിംറ്റംസ് ഒക്കെ താഴേക്ക് വരും. നമുക്ക് ഏതാണോ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഫീവർ, അഗ്രവേഷൻ, നൈറ്റ് എന്ന് കൊടുക്കുന്നു. ഇതിങ്ങനെ ചെയ്ത് നമ്മൾ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുന്നു. വൈറ്റൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുന്നു. കേസ് ഫോളോ അപ്പ് ആണോ, ഇത് എന്തിനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വന്നത്, പുതിയ ഡയഗ്നോസിസ് ആണെങ്കിൽ ന്യൂ ഡയഗ്നോസിസ് കൊടുക്കാം. ഫീവർ ICD 11 എന്ന ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫീവർ ഓഫ് അതർ അൺനോൺ ഒറിജിൻ, നമ്മൾ മറ്റ് ഡയഗ്നോസിസ് ഇല്ല, ഫീവർ ഓഫ് അതർ അൺനോൺ ഒറിജിൻ എന്ന് കൊടുക്കുന്നു. പ്രിസ്ക്രൈബ് ചെയ്യുന്നു. നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു മെഡിസിൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ആഴ്സാൽബാണ് കൊടുക്കുന്നത് നോക്കിയാൽ, ആഴ്സാബിൽ കൊടുക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക് ഇട്ടിട്ടില്ല. ഞാൻ ടെസ്റ്റ് ഫോൾഡർ ആയിരുന്നു, റെഡ് കളറിൽ വന്നാൽ സ്റ്റോക്ക് ഇല്ല, സ്ഥാപനത്തിൽ സ്റ്റോക്ക് ഇല്ലാതെ റെഡ് കളർ. അപ്പോൾ ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേ അറിയാം സ്റ്റോക്ക് അവിടെ ഇല്ല, ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ പൊട്ടൻസി ഏതാണെന്ന് സെലക്ട് ചെയ്യാം. സോ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് കൊടുക്കേണ്ട മോഡ്, ഇതങ്ങ് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതി. എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാം. ഇനി തിരിച്ച് മറ്റേ അടുത്ത ഒരെണ്ണം ആഡ് ചെയ്യാനായിട്ട് ഇത് ക്വാണ്ടിറ്റിയോട് കൊടുക്കുമ്പോൾ അടുത്ത റോ തനിയെ വരും. വെറുതെ ഞാൻ 2 ഡോസ് ഒന്ന് കൊടുക്കുവാണ്, ഇങ്ങനെ കൊടുക്കുവാണ്. ഇത് 4 എന്ന് കൊടുക്കുവാണ്. ഇങ്ങനെ കൊടുത്താൽ അടുത്ത റോ ഓട്ടോമാറ്റിക്കലി വരും. ഇങ്ങനെ റോ വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും അവസാനം ഫോർവേഡ് ടു ഫാർമസി കൊടുത്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഫോർവേഡ് ടു ഫാർമസി കൊടുത്താൽ ഫാർമസിയിലേക്ക് എത്തും. അതിന് മുമ്പായിട്ട് ഇവിടെ പോയിട്ട് നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും കണ്ടീഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം ആസ്മ എന്ന് സെലക്ട് ചെയ്താൽ പൊതുവിലുള്ള ജനറൽ മാനേജ്മെന്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ടെസ്റ്റാണ്, ഒറിജിനൽ സാധനങ്ങൾ മറ്റതിലുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും വെറുതെ നമ്മൾ ടെസ്റ്റായിട്ട് വെറുതെ ഇപ്പോൾ ഡയബറ്റീസ് കൊടുത്താൽ ഡെങ്ക്യൂവിന് കിട്ടിയിട്ടില്ല, ഇപ്പം ഡയബറ്റീസിന് എന്തെങ്കിലും കൊടുത്തതാണ്. ഓക്കെ, ഇങ്ങനെ ഇതൊക്കെ മലയാളത്തിലാണ് വരിക. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ട്രെയിനിങ്ങിനുള്ള ഫോൾഡർ ആയതുകൊണ്ടാണ് കൃത്യം ഡേറ്റ വരാത്തത്. മറ്റിങ്ങനെ ഡേറ്റ വരും. ഇനി ഞാൻ പറഞ്ഞ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഇതാണ് അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എൻ്റർ ചെയ്യാം. മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടേക്ക് എൻ്റർ ചെയ്യാം, ഈ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ മോഡ്യൂൾ. പിന്നെ പേഷ്യൻറ്റിൻ്റെ പഴയ ഹിസ്റ്ററി നോക്കണമെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് നോക്കാം. പണ്ട് വന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. മുമ്പ് വന്ന OP ടിക്കറ്റിൻ്റെ സഹായമേ വേണ്ട, ഏത് ഡിസ്പെൻസറി പോയാലും ഇത് കാണാൻ പറ്റും. ഇനി ഈ വ്യക്തിക്ക് നമുക്ക് കുറച്ചുകൂടെ മികച്ച ചികിത്സ കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ കണ്ടതുപോലെ പേഷ്യൻ്റ് ഹിസ്റ്ററി, ചീഫ് കംപ്ലൈൻറ്റ്, വൈറ്റൽ പാരാമീറ്റേഴ്സ്, ഹിസ്റ്ററി, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, അവിടെയൊക്കെ ഫിസിക്കൽ ഇവിടുത്തെ സിംറ്റം നോക്കുവാണെങ്കിൽ കുറച്ച് വ്യത്യാസമായിരിക്കും. നമ്മൾ പണ്ട് കോളേജിൽ പഠിച്ച ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ് ആ രീതിയിലാണ്. മറ്റിടത്ത് വെറൊരു കോളമാണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് കേസ് ടേക്കിങ്ങിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ സൈക്കിക് ഫീച്ചേഴ്സ് അടിക്കുവാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിലും എല്ലാ മോഡ്യൂളിലും നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 3 വ്യത്യസ്തമായ മോഡ്യൂൾസുകൾ വഴിയാണ് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി അത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഇതാണ് AHMS 2-നെ കുറിച്ച് വളരെ ക്വിക്കായിട്ട് പറയാനുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു പോകാം. കാരണം എപ്പോഴും ഈ ശർക്കര എന്ന് പറയുന്നത് കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ മധുരം പഞ്ചസാരയിൽ നിന്ന് എത്ര വ്യത്യാസമായിരിക്കുന്നു എന്നറിയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിയറി ക്ലാസ് പോലെ ആയിപ്പോകും. ബട്ട് ഒരു ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലെ ഡിജിറ്റലൈസേഷൻ പ്രായോഗികമാണോ അപ്രായോഗികമാണോ ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഹരിഹരൻ സാറിന് തന്നെ ഒരു സംശയം കൂടെ ചോദിക്കാനുണ്ട്. ചോദിക്കണം സാർ. അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹലോ. ഓക്കെ. ഞാന് ഡോക്ടറെ ഇതിനൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ പേഷ്യന്റ് വരുമ്പം പേഷ്യന്റ് ഈ ഡേറ്റാസ് ആദ്യം തന്നെ കുറെ ഡേറ്റാസ് നമ്മൾ എൻട്രി ചെയ്യണമല്ലോ. ആ എൻട്രി ചെയ്യുന്നതിന് വാസ്തവത്തിൽ ആ ഡോക്ടറെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഫാർമസിസ്റ്റ് ഒരു ഇത് ഡീൽ ചെയ്യാവുന്ന ഒരാള് OP-യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഒരു ഓപ്ഷൻ ഉണ്ട് സാർ. അത് ഫ്രണ്ടിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും, അതായത് വൈറ്റൽ പാരാമീറ്റേഴ്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവർക്ക് എൻട്രി ചെയ്യാം. ലബോറട്ടറി ടെക്നിക്ക്, ലബോറട്ടറി ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം എൻട്രി ചെയ്യാം. ഞാനിത് ഡോക്ടർ സൈഡിൽ നിന്ന് എല്ലാം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എൻട്രി ചെയ്ത് ഇങ്ങോട്ട് വിടാം സാർ. അങ്ങനെ ഒരു ഫ്രണ്ട് ഓഫീസ് പോലെ ഒരെണ്ണം ഉണ്ടെങ്കിലേ പറ്റൂ. അതിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊവിഷൻ ഉണ്ട് നിലവിൽ. അങ്ങനെ ഒരു സാധനം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാമെങ്കിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പ്രൊവിഷൻ ഉണ്ട് അത്. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊള്ളാം ഡോക്ടർ. വെരി നൈസ്. പിന്നെ സാർ അടുത്ത ടെക്നിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. എനിക്ക് തോന്നുന്നു ഇനി മുമ്പ് ഒരിക്കൽ നമ്മുടെ സെഷനിൽ സംസാരിച്ചതാണ്.
അതായത് നമുക്ക് വേണമെങ്കിൽ കിയോസ്ക് പോലെ വയ്ക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് ആക്കി ഇതിനകത്ത് കയറ്റി റൂബ്രിക് ആക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഫസ്റ്റ് ട്രയേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു എക്യുപ്മെന്റ് ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചിട്ട് വന്നാൽ കുറേ സാധനങ്ങൾ അത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് നമ്മുടെ മുമ്പേ എത്തും, ബാക്കി നമ്മൾ ചോദിച്ചു പോയാൽ മതി. കാര്യമൊക്കെ കൊള്ളാം. നമുക്ക് മാൻ പവർ കുറച്ച് കൂടിയ നടക്കും ഇതല്ല, പക്ഷെ അതാണ് ഒട്ടും നടക്കാത്തത്. സർക്കാർ ഡോക്ടറെ നടക്കണം. നമ്മൾ ഡിജിറ്റലൈസേഷനിലൂടെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും. സ്റ്റാഫ് സ്ട്രെങ്ത് ഒരിക്കലും സർക്കാർ കൂട്ടില്ല. അതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നിലവിളിക്കുന്ന കാര്യമാണ്, ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാര് ഇത് ചെയ്തു പോകാം, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഒക്കെ ചെയ്യുന്ന സ്റ്റാഫും എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് പോയ നല്ല കാര്യം. അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ആ ഒരു പ്രസ്റ്റീജ് ഹോമിയോ ഡിസ്പെൻസറികളിലാണെങ്കിലും സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താൻ വളരെ വളരെ നന്നായിട്ട് വരും. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, നന്ദി ഡോക്ടർ ഷൈല. ഇത് യാദൃച്ഛികമായിട്ടാണ് അനിൽ ഇതിനകത്ത് കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടെ വിശദീകരിക്കാനുള്ള സംസാരിക്കാനുള്ള സംശയം ചോദിക്കാനല്ല, അത് അറിഞ്ഞിരിക്കണമല്ലോ. എന്താ അപ്പൊ യാദൃച്ഛികമായിട്ട് റേഡിയോയിൽ കേട്ട അനിൽ സംസാരിക്കുന്ന കേട്ടോ, അഹിംസനെ കുറിച്ച് സംസാരിക്കേണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് പിന്നെ IF പേജിലേക്ക് കൊണ്ടുവന്നാൽ എന്തെന്ന്. അന്ന് ഞാൻ അനിലിനെ വിളിക്കുകയും ഇമ്മീഡിയറ്റ് കഴിഞ്ഞ ആഴ്ച അല്ലേ പ്രകാശധാരയിലുണ്ടായിരുന്നു, അനിലിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇത് ഈ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കില്ല വേണ്ട. അതായത് ഇതിന്റെ ഈ ഡോക്ടേഴ്സിന് അറിയില്ല നമ്മുടെ സമൂഹത്തിൽ ഹോമിയോപ്പതി ഫ്രറ്റേണിറ്റിക്ക് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം എഫർട്ട് എടുക്കുന്നുള്ള പലർക്കും അറിയില്ല, അതുപോലെ സമൂഹത്തിന്. അപ്പൊ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതിന്റെ പുറകുള്ള ഉദ്ദേശം മാത്രമല്ല, ഇത് പലർക്കും അഡോപ്റ്റ് ചെയ്യാനും പറ്റും. നമുക്കിതൊരു ഇംഗ്ലീഷ് സെഷൻ കൂടെ വേണം, ഭാവിയിൽ ഒരു ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സെഷൻ ഇത് വേണം. അതുപോലെ നേരത്തെ പറഞ്ഞ ആയുഷ്മാൻ ഭാരതിന്റെ കാര്യം പറഞ്ഞല്ലോ, ABDMന്റെ കാര്യം, അത് പറഞ്ഞിരിക്കേണ്ട ആവശ്യം. അപ്പൊ ഇനി ഒരു ദിവസം അനിൽ അധികം വൈകാതെ അതിനെക്കുറിച്ച് വിശദീകരിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ അനിൽ പറയുകയുണ്ടായി ഡിജിറ്റലൈസേഷനെ കുറിച്ച് പറയുകയുണ്ടായി. ശരിയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് അതൊരു പബ്ലിക് ഇൻഫർമേഷൻ പറയുകയാണ്. ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ സാക്ഷരത ഏറ്റവും വെറും സാധാരണക്കാർ പോലും ആ ഒരു പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ സാക്ഷരത പോകുന്നത്. അപ്പൊ അത്രയും ഒരു ഡിജിറ്റലൈസേഷൻ നടക്കുന്ന കാലത്ത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഈ പറഞ്ഞ ഈ വാക്സിൻ്റെ കണക്ക് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ സ്ക്വയർ നാച്ചുള്ള നമ്മൾ വിളിച്ച് പറഞ്ഞ് സ്വന്തം കാലിന് കോടാലി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 3 മോഡ്യൂൾ ഉണ്ടെന്നുണ്ട്, വളരെ അത്യാവശ്യം നല്ല കാര്യമാണ്. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനൊത്തുള്ള മെത്തേഡിനൊത്തുള്ള കേസ് എടുക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ നമ്മൾ ഇതിന്റെ NIH ഡയറക്ടർ സംസാരിച്ച കേട്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ കേസ് ടേക്കും ഈ പറഞ്ഞ ഷോർട്ടായിട്ട് വളരെ കുട്ടി എങ്ങനെ കിടക്കുന്നു അത് വെച്ചിട്ട്, അപ്പൊ ആ രീതി. പിന്നെ ചിലർക്ക് വളരെ വിശദമായിട്ട് വേണം. അപ്പൊ ആ എല്ലാ രീതിയിലും ഉൾപ്പെടുത്തി വളരെ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഉപരിയായിട്ട് അനിൽ പറഞ്ഞ പോലെ ഡാറ്റ, ഇന്ന് എല്ലാവർക്കും ആവശ്യം ഡാറ്റയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 1,84,00,000 64,00,000 നമ്മുടെ കേരളത്തിൽ OP. ഒന്ന് ആലോചിച്ച് നോക്കുക, 1,64,00,000 പേഷ്യൻസിനെയാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര മാൻ പവർ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 3,000 ജീവനക്കാരൻ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഉള്ളത്, ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ. അപ്പൊ അതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാവിറ്റി തീർച്ചയായിട്ടും കിട്ടും. വളരെ നല്ലൊരു സെഷനാണ്, ഇനിയും വരണം. മാത്രമല്ല ഇംഗ്ലീഷ് സെഷനും റെഡി ആവണം. ഓക്കെ ഓക്കെ മനോജ് ഡോക്ടറെ. അല്ല, എന്റെ ഒരു സംശയം, ഡോക്ടർ പറഞ്ഞല്ലോ 287 സ്ഥാപനങ്ങളിലാണ് ഇതിപ്പോ വർക്ക് ചെയ്യുന്നത്. അതെ മാഡം. എങ്ങനെ, എന്ത് മാനദണ്ഡത്തിലാണ്? മറ്റേ ക്യാഷ് അക്രഡിറ്റേഷൻ അങ്ങനെയാണോ? ഇല്ല മാഡം, ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി ആണ് ഇതിനകത്ത് ഫസ്റ്റ് മാനദണ്ഡം. ഇപ്പൊ നെറ്റ് ഉണ്ടാവണം, പിന്നെ ഒരു 2 ലാപ്ടോപ്പ് സംവിധാനമെങ്കിലും ഉണ്ടാവണം. കാരണം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കറണ്ട് പോയാലും കുറച്ചു നേരം നിൽക്കും. അപ്പോൾ ഈ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാമെന്നുള്ള രീതിയിൽ ഘട്ടം ഘട്ടം ആദ്യം തുടങ്ങിയപ്പോൾ 10 ആയിരുന്നു, പിന്നെ അത് കുറച്ച് പേര് കമ്പ്യൂട്ടർ ഉള്ളത് തുടങ്ങി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു 70-75 കമ്പ്യൂട്ടർ വരാൻ കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 350 സ്ഥാപനങ്ങളിൽ, അതായത് 50% സ്ഥാപനങ്ങളിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. കാരണം നമ്മുടെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാരുടെ, ഡോക്ടർമാരെ മാത്രം പറയുന്നില്ല, ജീവനക്കാരുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വെറും 1 വർഷത്തിനകത്ത് ഈ 50% എന്ന മാജിക് ഫിഗർ ടച്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഡെഫിനറ്റ്ലി അവരെടുക്കുന്ന പെയിൻ വലുതാണ്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പം ഞാൻ മാഡം ഇത് തുറന്നു പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് എൻ്റെ ആശുപത്രിയാണ് പൈലറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേഷ്യൻസ്, എനിക്ക് അന്നും അത്യാവശ്യം പേഷ്യൻസ് ഉള്ളതാണ്. അപ്പൊ അന്ന് പേഷ്യൻസ് ഫാർമസിനോട് പറഞ്ഞു, സാർ ഇപ്പൊ മുഖത്ത് നോക്കുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യൂസ്ഡ് ആയി വരുമ്പോഴാണ് നമുക്ക് അതിന്റെ മനസ്സിലാകുന്നത്, ഓക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ആവശ്യം സമയം കൊടുക്കാറുണ്ട്. വലിയൊരു അഡ്വാൻറ്റേജ്, പേഷ്യന്റ് കയറി വരുമ്പോഴേ നമ്മൾ പേരാണ് വിളിക്കുന്നത്. ഇപ്പം ഗോപകുമാർ വരൂ, കഴിഞ്ഞ തലവേദന എങ്ങനെയുണ്ട്,
എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്നൊരു മൈലേജ് പോകുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ എന്തൊക്കെ മരുന്ന് കൊടുത്തു, എന്തിനാണ് കൊടുത്തത്, എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇയാളെ വിളിക്കുന്ന സമയം കൊണ്ട് നമ്മൾ പഴയ റെക്കോർഡൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ആക്കി വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പേഷ്യന്റ് കിട്ടുന്ന ബോണ്ടിങ്ങും കുറച്ചുകൂടെ വലുതാണ്. പക്ഷേ ഇനിഷ്യലി ഇതൊരു വലിയ പാടാണ്. കാരണം ഇത് ഏത് കോളത്തിൽ എന്ത് എൻട്രി ചെയ്യണം. മറ്റേ ഒരു സിനിമയിൽ ശ്രീനിവാസനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ക്ലച്ച് പിടിക്കുമ്പോൾ ബ്രേക്ക് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ പോകുമെന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുന്നവരുണ്ട്. അതിൽ പ്രായമായവരുമുണ്ട്. പക്ഷെ തീർച്ചയായും അവരുടെ എല്ലാവരുടെ എഫേർട്ടും കൊണ്ട് തന്നെയാണ് ഈ മാജിക്കൽ ഫിഗറായ ഒരു 43% ഇപ്പോൾ എത്തിയത്. അത് 50% എത്താനും വലിയ താമസം വേണ്ട എന്നുള്ളതാണ് എനിക്ക് അഭിമാനപൂർവ്വം ഇവിടെ അറിയിക്കാനുള്ളത്. പരീത് ഓക്കെ. സാർ ചെയ്തിട്ടുണ്ടേ. നേരത്തെ പരീത് ബാവാഖാൻ സാർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, പിന്നെ കണ്ടില്ല. സാറ് പറയാ സാർ. ഞാനൊരു ഫംഗ്ഷൻ അല്ലാതിന്റെ ആദ്യം കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് ഭയങ്കര ഡൈമെൻഷൻസ് ഉള്ള സംഗതിയാണ്. നമുക്കിത് വ്യാപകമായിട്ട് ഇത് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി ഡൈമെൻഷൻസ് ഉണ്ട്. ഇതിൽ റിസർച്ചിന് ഒത്തിരി സ്കോപ്പ് ഉണ്ട്. ഇതിന്റെ ഡേറ്റാസ് ഇപ്പം പറഞ്ഞ കോടിക്കണക്കിനുള്ള ആൾക്കാരെ ഇതിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വിശ്വാസം വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്തതിന്റെ റിസർച്ചിലേക്ക് പോകാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഇതിന് മോണിറ്റർ ചെയ്യാനൊരു സംവിധാനം, സെൻട്രലൈസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സംവിധാനം ഇതിനോട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹയർ ലെവലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ അവിടെ ഹോസ്പിറ്റലിൽ എന്ത് രോഗമാണ്, അതിനകത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇതിൽ കൂടെ തന്നെ നമുക്ക് റെഫർ ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് പ്രൊഫഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇത്. പക്ഷെ ഇതിന് ഭയങ്കര സ്കോപ്പുള്ളതാണ്. ഇതിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ റിസർച്ച് നടത്തേണ്ടതായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്നതിൽ വയസ്സായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ശരിയല്ല. ശരിക്കും എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്താൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് വേണം, ശരിയാണ്. അതുപോലെ ഇത് നമുക്കൊരു ട്രെയിനിങ് മുഖാന്തരം ഒരു പകുതിയെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം മൊബൈൽ ഫോൺ ആദ്യമൊക്കെ വലിയ ഇതായിരുന്നല്ലോ. മൊബൈൽ ഫോണിൽ ഇപ്പം ആരാണ് ഉപയോഗിക്കാത്തത്? എല്ലാ കുട്ടികളും വരെ, അതായത് എനിക്കറിയാം, എൻ്റെ പേരക്കുട്ടികൾ 2-3 വയസ്സുള്ള പേരക്കുട്ടികൾ വരെ എടുത്ത് എന്നെക്കാളും എക്സ്പെർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അത് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതിൻ്റെ എന്തെല്ലാം അഡീഷണൽ ആയിട്ട് സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അത് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ചുകൂടെ നമുക്ക് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുകൊണ്ടാണ്. എനിക്ക് ഒരു പ്രിമഫേസിയിൽ തോന്നിയ കാര്യം പറഞ്ഞാണ്. ഇന്ന് ഞാൻ ഫംഗ്ഷനിലായിരുന്നപ്പോൾ ഞാൻ മനോജ് ഡോക്ടറാണ് എന്നെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്, അതുകൊണ്ട് ഞാൻ പറ്റുമെങ്കിൽ വരും എന്ന് പറഞ്ഞാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ബ്രീഫായിട്ടുള്ള, ഇത് 2-3 സെഷനായിട്ട് തന്നെ വരണം. അതിനകത്ത് ഒരു ഡിസ്കഷൻ പോലെ കുറേ നമ്മുടെ ആൾക്കാർ തന്നെ ഈ ലവേഴ്സ് ഡോക്ടേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ 2-3 സീരീസ് ആയിട്ട് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാകും. അപ്പം കൂടുതൽ ഏത് ഏരിയയിലൊക്കെ നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഹമ്പിളായിട്ടുള്ള അഭിപ്രായം. താങ്ക് യു ഡോക്ടറെ, സാറ് നമ്മുടെ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ്. സാറിന്റെ അപ്പൊ പ്രധാനപ്പെട്ട സംശയം ഇതിന് മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. ആദ്യം സാർ റെഫറൽ സംവിധാനം ഇതിനകത്ത് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അത് റെഫറൽ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏതൊരു സ്പെഷ്യാലിറ്റി യൂണിറ്റിലുള്ള റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിലവിലുണ്ട്. തിരിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ റെഫറലിൽ പോവുകയാണെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് വൈറ്റൽ പാരാമീറ്റേഴ്സും എന്ത് കണ്ടീഷൻ റെഫർ ചെയ്യുന്ന റിമാർക്കും കൂടെ ഒരു PDF ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം ഇതിനകത്ത് ഇനേബിൾഡ് ആണ്. രണ്ടാമത് മോണിറ്ററിംഗ് സംവിധാനം സാർ, നമ്മളിപ്പോൾ ഓട്ടോ അലർട്ട് മെക്കാനിസംസ് ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം സാറ് മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു മാൻ പവർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് സിസ്റ്റം തന്നെ അലർട്ട് തരും. ഇപ്പൊ എപ്പിഡമിക് ഡിസീസ് ആയിട്ട് മാർക്ക് ചെയ്ത ഡിസീസ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെക്കാളും എണ്ണത്തിൽ കൂടുതൽ വന്നാലും ഓട്ടോ അലർട്ട് ആ സിസ്റ്റത്തിലും DMOക്കും ഡയറക്ടറിനും എത്തും. നോട്ടിഫൈഡ് ഡിസീസസ് ഏതെങ്കിലും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ മേളിലേക്ക് ഹയർ ആൾക്കാർക്ക് എത്തും. കാരണം കണ്ടിന്യൂസ് മോണിറ്ററിങ് എനിക്ക് തോന്നുന്നു പ്രായോഗികമല്ലാത്തത് കൊണ്ട് സിസ്റ്റം നോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഞങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സാർ. എന്തായാലും സാറിന് പ്രത്യേകം നന്ദി. കാരണം ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് സാർ ഓടി ഇതിനകത്ത് വന്നതെന്നുള്ളതാണ്. അത്രത്തോളം പ്രാധാന്യം സാർ അതിന് കൊടുത്തു. പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? നമ്മളെ സമയം ഏകദേശം കഴിയാറായി.
അത്യാവശ്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും നമ്മുടെ ഡോക്ടർ രാജേഷ്, ഡോക്ടർ അനിലും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഇതുപോലുള്ള പുരോഗമനങ്ങൾ ഇനിയും ഉണ്ടാവും. എല്ലാം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇവരെല്ലാം ഇതിനായിട്ട് തന്നെ സമയവും ജീവിതവും എല്ലാം ചെലവഴിക്കുന്ന ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ അത് ഹോമിയോപ്പതിക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ല. ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതം ഇല്ല, എല്ലാം ഇതിനകത്താണ്. അതിലേക്ക് നമുക്ക് അതാണ് നമിച്ചേ പറ്റുള്ളൂ. എനിക്ക് അപ്പുറത്തോളം അറിയാം. എഫർട്ട് എടുക്കുന്നുണ്ട്. ഞാനും ഒക്കെ ഡോക്ടറെയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് പല സഹായങ്ങൾക്കും. അതുപോലെ തന്നെ രാജേഷ് ഡോക്ടറും ഇതിന്റെ ടെക്നോളജിയിലൊക്കെ അങ്ങേയറ്റം അല്ലേ? അതുപോലെ അനിൽ ഡോക്ടറും. അതുകൊണ്ട് ഹോമിയോപ്പതിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ, ഇങ്ങനെയുള്ള ടെക്നോളജിയിലെല്ലാം ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഡിജിറ്റലൈസേഷനെ കുറിച്ച് ഇത്രയും അറിവുകൾ പങ്കുവച്ച നമ്മുടെ അനിൽ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഞാൻ മനോജ് ഡോക്ടർ തന്നെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് ഹോമിയോപ്പതി ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. കാരണം ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ, ഒന്നാമത് ഒരു ഡോക്ടർ എന്ന ജോലി അറിയാലോ. ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുമ്പോൾ തല ഒരുപാട് വർക്ക് ചെയ്യേണ്ടതാണ്, ചില്ലറ വർക്കല്ല. അതിനിടെ കൂടെ വ്യക്തിപരമായ ഭാരങ്ങള്, പിന്നെ ഈ പറഞ്ഞ ആശുപത്രി സംബന്ധിച്ച് ബാക്കി ചുമതലകൾ, ഇതിനിടയിൽ ഇവർ ഈ സമയം എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു മഹാ അത്ഭുതമായിട്ട് അവശേഷിക്കുകയാണ്. എന്തായാലും ഇതിൽ വന്നതിനും സഹകരിച്ചതിനും നന്ദി. അതോടൊപ്പം ഇനിയും വരണം. മാത്രമല്ല ഇംഗ്ലീഷ് സെഷൻ കൂടെ വേണം. നമ്മുടെ ഈ ഇതിനകത്തുള്ള ഡിപ്പാർട്ട്മെന്റ് നടന്ന സംഭവങ്ങൾ പുറം ലോകത്തും മറ്റു രാജ്യങ്ങളും അറിയാനുണ്ട്. അവർക്ക് ഒരു മോട്ടിവേഷൻ ആകും. IFPHന്റെ പേരിൽ അനിലിനും ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹരിഹരൻ സാർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ സമയം ഇല്ല, ഒരു സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അറിയാതെ. കാര്യം സാറേ, ഡോക്ടർ ഇതിന്റെ പ്രൈവസി എങ്ങനെ കീപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട് സാറേ. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ മാത്രമാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലിമിറ്റഡ് ആക്സസ് ആണ്. ഓരോരുത്തരുടെ റോൾ അനുസരിച്ച് മാത്രമുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടറിന് ആ ഡോക്ടർ പേഷ്യന്റ് വന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വിവരങ്ങൾ കാണാൻ പറ്റൂ. വീട്ടിൽ പോയിട്ട് നോക്കാൻ പറ്റൂല. ഓക്കെ, വേറൊരാൾക്ക് നോക്കാൻ പറ്റില്ല. വീട്ടിൽ പോയി നോക്കാൻ പറ്റൂല. അപ്പൊ ഫ്രണ്ട് ഇരിക്കുന്ന ആള് ക്ലോസ് ആയി മെഡിസിൻ കൊടുത്താൽ തീർന്നു, പിന്നെ അയാളെ കാണാൻ പറ്റൂല. ഓക്കെ, ഗുഡ്. അത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.